ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണിയാണ്. ഇങ്ങനെയുള്ള ഡിഷൊക്കെ ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത് ചിന്നുവാണ് കേട്ടോ. അവൾക്കാണ് ഇതിനോടൊക്കെ ഏറെ ഇഷ്ടം, വെച്ച് കൊടുക്കാനും അത് വിളമ്പാനും ഒക്കെ. വേറൊന്നുമല്ല, അവൾക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. കുട്ടികളുടെ ബഹളമോ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഇതുണ്ടാക്കിയ പാട് നമുക്കേ അറിയാവുള്ളൂ. അതൊക്കെ പോട്ടെ. ആദ്യം തന്നെ കുറച്ച് സവോള നമുക്ക് നെയ്യിൽ വറുത്ത് കോരിയെടുക്കണം. നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം അത് എടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് കോരിയെടുക്കാൻ മറക്കരുത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി അതൊരു ടീസ്പൂൺ മതിയാവും. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ കുനുകുനാ അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പുളിയില്ലാത്ത തൈര് അത് അത്യാവശ്യമാണ്. അതും ആവശ്യത്തിന് ഉപ്പ്, വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള നന്നായി കൈകൊണ്ട് തിരിഞ്ഞ് പൊടിച്ച് വേണം ഇതിൽ ചേർക്കാൻ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൈകൊണ്ട് തിരിഞ്ഞ് ചിക്കനിലേക്ക് മസാല ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഓർത്തത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കില്ല എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിനോടുകൂടി ചേർത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നല്ല പോലെ കൈകൊണ്ട് തിരിഞ്ഞ് മിക്സ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യുക, കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഒരു ഹാഫ് ആൻ അവറെങ്കിലും മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനി വേണ്ടത് ഒരു കുക്കറാണ്. ആ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇത് വേവിക്കാനായിട്ട് വയ്ക്കുക. ചിക്കന് പകുതി വേഗമാകുമ്പോഴേക്കും നമ്മുടെ കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കോമഡി ഇതൊന്നുമല്ല, ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ വയ്ക്കാനായിട്ടുള്ള ദം വയ്ക്കാനായിട്ടുള്ള പാത്രം ഇല്ല എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. അതായത് സാധാരണ നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും എനിക്കും ചിന്നിനുള്ളതേ വെക്കാറുള്ളൂ. കുട്ടികളൊരു ഇച്ചിരിയേ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിലായിരിക്കും വയ്ക്കുന്നത്. പിള്ളേരുടെ അമ്പട്ടനും കൂടെ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവനും കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ കുക്കറിൽ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡിയാക്കാനായിട്ട് ചിന്നു വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതിന് പുറമേ ഇട്ട് നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള ചോറിന് പുറമേ ഗാർണിഷ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില പുതിനയില ഇവയെല്ലാം ആ ചോറിന് പുറമേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാലിൽ കുങ്കുമപ്പൂയില്ലേ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ അതിന് പുറമൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്യണം. അപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറിലേക്ക് അല്പം നെയ്യ് ചുറ്റിനും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യുടെ ടിന്ന് കൈ കെട്ടിയോണ്ട് ചിന്നു നല്ല ലാവിഷായിട്ട് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് കൂടട്ടെ എന്നാണ് അവളുടെ അഭിപ്രായം. പിന്നീട് ബാക്കിയുള്ള ചോറ് എന്ത് ചെയ്യുക, ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സവോള വറുത്ത് കോരിയിട്ടുള്ള സവോളയും നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതെല്ലാം അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിയില കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെയുള്ള സ്റ്റെപ്പ് എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഒരു കളറിന് വേണ്ടിയിട്ട് പാൽ മിക്സ് ചെയ്ത കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെയ്യും നമ്മുടെ ചുറ്റിനും ചോറിന് ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദം പൊട്ടിച്ചപ്പോൾ ഉള്ളൊരു സ്മെല്ല് അതൊരു അപാരത്തിനായിരുന്നു. ഒന്നും പറയാനില്ല, ചിന്നു പൊളിച്ചു എന്ന് തന്നെ ആ മണം കേട്ടാലറിയാം. ഏതായാലും നമ്മുടെ ഇഡ്ഡലി പത്രത്തിൽ വെച്ച ഹൈദരാബാദി ബിരിയാണി ആദ്യം തന്നെ പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു. ആദ്യം തന്നെ ഇതുവിന് കൊടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവിനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇതു ചിന്നു ചിറ്റയുടെ ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് കിടുക്കി സൂപ്പറായിരുന്നു എന്നാണ്, സൂപ്പർ ടേസ്റ്റാണെന്നാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ് ബഹളം തുടങ്ങി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.